കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കുറച്ച് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് മെഴുക്ക് പുരട്ടാം. ചില നാട്ടിൽ മെഴുക്ക് പുരട്ടി, ചിലയിടത്ത് ഉപ്പേരി എന്നൊക്കെ പറയും. നമ്മുടെ ഇവിടേക്ക് മെഴുക്ക് പുരട്ടി എന്ന് പറയും. നമുക്ക് ഇന്ന് അത് എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് കോവയ്ക്ക, പിന്നെ 2 സവാളയുള്ളി, 2-3 പച്ചമുളക്, ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ട് വരാം. കോവയ്ക്ക എല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വട്ടത്തിലാണ് അരിഞ്ഞെടുത്തത്. കുറച്ചൊക്കെ പഴുത്തതുണ്ട്, സാരമില്ല, അത് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് സവാളയായിരുന്നു. സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 സവാളയാണ് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ പച്ചമുളക്. ഇനി നമുക്കിതൊന്ന് അടുപ്പിലിട്ട് വെക്കാം. ഒരു ഉരുളി അടുപ്പിലേക്ക് വെക്കുക. അത് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇടാം. പച്ചമുളക് ഇടാം. സവാളയും പച്ചമുളകും ഇട്ട് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച കോവയ്ക്ക ഇടാം. കോവയ്ക്ക ഇട്ട് കഴിഞ്ഞ് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ഇടാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വേവാനായിട്ട് വെക്കാം. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്. ഈ കോവയ്ക്ക ആ എണ്ണയിൽ തന്നെ ഒന്ന് വാടി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇനി ഒന്നും കൂടെ ഒന്ന് വേവട്ടെ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കോവയ്ക്ക ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി.